നമസ്കാരം. ഇന്ത്യയുടെ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ രവിചന്ദ്രൻ അശ്വിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഓസ്ട്രേലിയക്കെതിരെ ബ്രിസ്ബെയിനിൽ നടന്ന ടെസ്റ്റ് മത്സരം സമനിലയിൽ അവസാനിച്ചതിന് പിന്നാലെയാണ് ആ ഒരു പ്രഖ്യാപനം, എല്ലാവരും കേട്ടിരിക്കുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത രണ്ടാമത്തെ ബോളറാണ് അശ്വിൻ. അനിൽ കുംബ്ലെയാണ് ഈ ലിസ്റ്റിൽ ഒന്നാമതുള്ളത്. 13 വർഷത്തെ നീണ്ട കരിയറിൽ 106 ടെസ്റ്റുകളാണ് അശ്വിൻ കളിച്ചിട്ടുള്ളത്. ആഡ്ലൈഡിൽ നടന്ന ബോർഡർ ഗവസ്കർ ട്രോഫിയിലാണ് അദ്ദേഹം അവസാനം കളിച്ചിരിക്കുന്നത്. 537 വിക്കറ്റുകളാണ് നേടിയിട്ടുള്ളത്. ടെസ്റ്റിൽ 37 തവണ 5 വിക്കറ്റ് നേട്ടവും സ്വന്തമാക്കി ഓസ്ട്രേലിയയുടെ ഷെയ്ൻ വോണിനൊപ്പവും എത്തിയിരിക്കുകയാണ് അശ്വിൻ. 67 തവണ 5 വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കിയ ശ്രീലങ്കയുടെ മുതയ്യ മുരളീധരൻ മാത്രമാണ് ഇരുവർക്കും മുന്നിൽ ഉള്ളത്. ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇടം കയ്യന്മാരെ പുറത്താക്കിയ റെക്കോർഡ് അശ്വിനാണ് ഉള്ളത്. 268 വിക്കറ്റുകളാണ് നേടിയിട്ടുള്ളത്. മികച്ചൊരു ഓൾറൗണ്ടർ കൂടിയാണ് അദ്ദേഹം. ടെസ്റ്റിൽ 6 സെഞ്ചുറികളും 14 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ 3503 റൺസാണ് അശ്വിന്റെ സമ്പാദ്യമായി പറയാനുള്ളത്. 2011 നവംബർ 6 ഡൽഹിയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് അശ്വിന്റെ ടെസ്റ്റ് അരങ്ങേറ്റം. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ 41 മത്സരങ്ങൾ കളിച്ചപ്പോൾ 195 വിക്കറ്റുകളും നേടിയിട്ടുണ്ട്. ഇത് റെക്കോർഡാണ്. 116 ഏകദിനങ്ങളും 65 T20കളും കളിച്ചിട്ടുണ്ട്. ഏകദിനത്തിൽ 156 പേരെയും T20യിൽ 72 പേരെയും പുറത്താക്കിയിട്ടുണ്ട് അശ്വിൻ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് വിരമിക്കുന്നതായി നേരത്തെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു. ഇന്ത്യ ഓസ്ട്രേലിയ 3ാം ടെസ്റ്റ് സമനിലയിൽ കലാശിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഇത് സംബന്ധിച്ച ഊഹാപോഹങ്ങൾ തുടങ്ങിക്കഴിഞ്ഞത്. മത്സരശേഷം ഇന്ത്യയുടെ ഡ്രസ്സിംഗ് റൂമിൽ വികാരഭരിതനായി രവിചന്ദ്രൻ അശ്വിൻ വിരാട് കോഹ്ലിയെ ആലിംഗനം ചെയ്തതോടെയാണ് വാർത്തകൾ പ്രചരിച്ചത്. അസാധാരണമായിരുന്നു ഈ ഒരു പ്രകടനം. ഈ വൈകാരിക ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെയാണ് അശ്വിൻ വിരമിക്കാൻ പോകുന്നുവെന്ന വാർത്തകൾ സമൂഹ മാധ്യമങ്ങളൊട്ടാകെ പ്രചരിച്ചത്. അശ്വിൻ കണ്ണീരോടെയാണ് സഹതാരങ്ങളെയും സമീപിച്ചത്. ഉടൻ തന്നെ വിരമിക്കുന്നതായി ഔദ്യോഗികമായ അറിയിപ്പും പുറത്തു വരികയായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റർ എന്ന നിലയിൽ ഇത് എൻ്റെ അവസാന ദിവസമാണ്. എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിക്കുകയാണ്. കളിക്കാനുള്ള കഴിവ് കുറച്ചുകൂടി ഉണ്ട് എന്ന് കരുതുന്നു. അത് ക്ലബ് ക്രിക്കറ്റിനായി മാറ്റിവെക്കുന്നു. രോഹിത് ശർമ്മയ്ക്കും മറ്റ് കളിക്കാർക്കും ഒപ്പം ഏറെ ആസ്വദിച്ചാണ് തൻ്റെ കരിയർ മുന്നോട്ട് പോയതെന്നും അശ്വിൻ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കുകയായിരുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിൽ 5 വിക്കറ്റ് നേട്ടങ്ങൾ നേടിയ അശ്വിൻ ഷെയ്ൻ വോണിനൊപ്പം ആ റെക്കോർഡ് പങ്കിട്ടിട്ടുണ്ട്. മുരളീധരനാണ് 1ാം സ്ഥാനത്ത്. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാൾ കൂടെയാണ് അശ്വിൻ്റെ വിരമിക്കലിലൂടെ നഷ്ടമാകുന്നത്.